അപ്പോൾ പുതിയൊരു കഥയുമായി ഞാൻ പിന്നെയും വന്നിരിക്കുകയാണ്. നിങ്ങളുടെ ലൈക്കും കമൻറ്റൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് പേര് സ്റ്റോറി വായിക്കുന്നുണ്ടെങ്കിലും മുക്കാൽ ഭാഗം ആളുകളും സബ്സ്ക്രൈബ് ചെയ്തിട്ടല്ല വീഡിയോ കാണുന്നത്. ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ കഥയിലേക്ക് കിടക്കാം. ടീച്ചറെ, സ്റ്റോപ്പ് എത്തി. കണ്ടക്ടർ വിളിച്ചു പറഞ്ഞപ്പോഴാണ് നന്ദ ചിന്തകളിൽ നിന്ന് ഉണർന്നത്. നന്ദ വേഗത്തിൽ ഉടുത്തിരിക്കുന്ന വെള്ളസാരി കൊണ്ട് ദേഹം ഒന്ന് മൂടി ബസ്സിൽ നിന്നിറങ്ങി. ആ ഇടവഴിയിലൂടെ നടക്കുമ്പോൾ നന്ദയുടെ മുഖം താഴ്ന്നു തന്നെ ഇരുന്നു. ആ ടീച്ചറെ, ഇന്ന് ലേറ്റായോ? കുറുകെ വരുന്ന ആരോ അവളോടെന്ന പോലെ ചോദിച്ചപ്പോൾ നന്ദ പതിയെ മുഖമുയർത്തി അവനെ ഒന്ന് നോക്കി. അരവിന്ദനാണ്. തൻ്റെ ഭർത്താവിൻ്റെ സുഹൃത്തായിരുന്നു അരവിന്ദൻ. അന്ന് കൂടെ പിറക്കാതെ പോയ പെങ്ങളാണെന്ന് പറഞ്ഞ് നടന്നിരുന്നവൻ്റെ സ്വഭാവത്തിൽ ഇപ്പോൾ പ്രകടമായ മാറ്റമുണ്ട്. അരവിന്ദൻ്റെ ചുഴിഞ്ഞുള്ള നോട്ടവും ചോദ്യവുമെല്ലാം നാൾക്ക് നാൾ കൂടിക്കൂടി വരികയാണ്. നന്ദ മറുപടിയൊന്നും പറഞ്ഞില്ല അവനോട്. നന്ദേ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞേക്കണേ. അർജുൻ മരിച്ചുപോയി എന്ന് കരുതി ഒരു കുറവും നിനക്ക് വരില്ല. നീ ഏത് അർദ്ധരാത്രി വിളിച്ചാലും വന്നേക്കാം. നീ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. ഏത്? താടി ഒഴിഞ്ഞുകൊണ്ട് അരവിന്ദൻ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. ഒരു തരം വഷളൻ ചിരി. ഏത് അർദ്ധരാത്രിയിലും ആര് വിളിച്ചാലും നീ പോവുമോ അരവിന്ദ? പുറകിൽ നിന്നും ഗാംഭീര്യം നിറഞ്ഞ ഒരു ശബ്ദം കേൾക്കവേ അരവിന്ദൻ ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് ഒന്ന് തിരിഞ്ഞു നോക്കി. നന്ദക്ക് നോക്കാതെ തന്നെ അറിയാം അതാരാണെന്ന്. നിരഞ്ജൻ. നന്ദയുടെ ചുണ്ടുകൾ പതിയെ മന്ത്രിച്ചു. നിരഞ്ജനെ കണ്ടപാടെ എന്തോ അരവിന്ദൻ്റെ മുഖഭാവം മാറിമറിഞ്ഞുപോയി. അരവിന്ദന് ഭയമാണ് നിരഞ്ജന്. അതിപ്പോൾ അരവിന്ദന് മാത്രമല്ല, ആ നാട്ടിലെ ഒട്ടുമിക്ക പേർക്കും അവനോടൊരു ഭയമുണ്ട്, കൂടെ ബഹുമാനവും. മംഗലത്ത് വീട്ടിലെ ആൺതരിയാണ് നിരഞ്ജൻ. അന്നാട്ടിലെ പ്രമാണി കുടുംബം അവരുടേതാണ്. ഇട്ടുമൂടാനുള്ള സ്വത്തും മറ്റും ഉള്ളവരാണ് മംഗലത്തുള്ളവർ. മനുഷ്യരെ മനുഷ്യരായി കാണാൻ പഠിച്ചവരുമാണ് അവർ. അതുകൊണ്ട് അന്നാട്ടിലുള്ളവർക്ക് അവിടെ ഉള്ളവരെ വലിയ കാര്യമാണ്. സദാ മംഗലത്തുള്ളവർ സൗമ്യരാണ് എങ്കിലും നിരഞ്ജൻ ആ കൂട്ടത്തിൽ പെട്ടിട്ടില്ല കേട്ടോ. അന്യായം കണ്ട നിരഞ്ജൻ എതിർക്കും. അതിപ്പോൾ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റിയില്ല എങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടായാലും അതങ്ങ് മനസ്സിലാക്കി കൊടുക്കാൻ നിരഞ്ജന് യാതൊരു മടിയുമില്ല. എന്താ രവിന്ദ, നീ പൊതുശല്യമായി വരുവാണെന്ന് കേട്ടല്ലോ? ചുഴിഞ്ഞൊന്ന് നോക്കിക്കൊണ്ട് നിരഞ്ജൻ ചോദിക്കവേ അരവിന്ദൻ വിളറി അങ്ങ് വെളുത്തുപോയി. ഏയ് അങ്ങനെയൊന്നുമില്ലേ നിരഞ്ജ. അരവിന്ദൻ പതിയൊന്ന് വിക്കി. സമാധാനപരമായി നിരഞ്ജനോട് സംസാരിക്കുന്നതാണ് തൻ്റെ ശരീരത്തിന് നല്ലത് എന്ന് അരവിന്ദന് നന്നായിട്ടറിയാം. കഴിഞ്ഞ കൊല്ലം ഉത്സവത്തിന് വന്ന വരത്തന്മാരുമായി നിരഞ്ജൻ ഉണ്ടാക്കിയ അടി ഇപ്പോഴും അരവിന്ദൻ്റെ ഉള്ളിലുണ്ട്. 4-5 മല്ലന്മാരെയാണ് ഒറ്റയ്ക്ക് നിന്ന് അടിച്ചോടിച്ചത് നിരഞ്ജൻ. അരവിന്ദൻ സ്വന്തം കാര്യം നോക്കി പോവാൻ നോക്ക്. നിരഞ്ജൻ അങ്ങ് പറയവേ അരവിന്ദൻ വേഗത്തിൽ അവിടെ നിന്ന് അങ്ങ് നടന്നുപോയി. നിരഞ്ജൻ നന്ദയെ മറികടന്ന് പോവാൻ നേരം അവളെ വെറുതെ ഒന്ന് നോക്കി. അവൾ പിന്നെയും ക്ഷീണിച്ചു പോയെന്ന് തോന്നി അവന്. അവളുടെ ആ പ്രസന്നത പറ്റിയ മുഖത്തേക്ക് നോക്കവേ എന്തോ ഉള്ളിലൊരു കൊളുത്തൽ. നിരഞ്ജൻ പിടച്ചിലോടെ കണ്ണുകൾ പിൻവലിച്ച് കളഞ്ഞു. പക്ഷേ നന്ദ അവൻ്റെ മുഖത്തേക്ക് പോലും നോക്കിയില്ല, ഒന്നും മിണ്ടിയില്ല, ഒട്ടും ചിരിച്ചുമില്ല. ആ ഒരുവൻ തൻ്റെ അരികിൽ നിന്ന് അകന്നു പോയപ്പോഴാണ് നന്ദ യഥാർത്ഥത്തിൽ ഒന്ന് ശ്വാസം വിട്ടതുപോലും. നന്ദ എന്നോ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു മുഖമാണ് ആ പോയ നിരഞ്ജൻ്റേത്. കൗമാരത്തിൽ ഉള്ളി കൂടിയവൻ, പക്ഷെ അർഹിക്കാൻ തനിക്ക് അർഹതയില്ല എന്ന് ഉള്ളിലിരുന്ന് ആരോ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിപ്പായിരുന്നു. അർജുനും നിരഞ്ജനും സമപ്രായക്കാരാണ്. രണ്ടാളും കണ്ണിന് നേരെ കണ്ട വഴക്കായിരുന്നു. ഒന്നിനും നിരഞ്ജൻ്റെ ഒപ്പം എത്താൻ പറ്റുന്നില്ല എന്നൊരു തോന്നലായിരുന്നു അർജുന്. അത് പിന്നീട് ഒരു വാശിയായി മാറി. നിരഞ്ജനോട് മത്സരിക്കാനുള്ള ഒരു തരം വാശി. വാശി കൂടിക്കൂടി ഒടുവിൽ തമ്മിൽ ഒരുത്തൻ ചത്താലും വാശി നിറവേറ്റണം എന്ന പോലെയായി രണ്ടാൾക്കും. പ്രായവും പക്വതയും എത്തിയപ്പോൾ നിരഞ്ജൻ ഒന്ന് ഒതുങ്ങി. അത് അർജുനെ പേടിച്ചിട്ടല്ല, മറിച്ച് നിരഞ്ജന് അർജുൻ 100-ൽ 1 പക്ഷെ അർജുൻ്റെ സ്ഥിതി അങ്ങനെ ആയിരുന്നില്ല. അവൻ ജീവിക്കുന്നതേ നിരഞ്ജനെ തോൽപ്പിക്കാൻ എന്ന പോലെയായിരുന്നു. അർജുന് എരികയറ്റി കൊടുക്കാൻ ഇഷ്ടം പോലെ ആളുകൾ അവൻ്റെ ചുറ്റും തന്നെ ഉണ്ടായിരുന്നു. ഇതിനിടയിലേക്കാണ് നന്ദ കടന്നു വരുന്നത്. അർജുൻ്റെ അമ്മാവൻ്റെ മകളാണ് നന്ദ. നന്ദക്ക് നിരഞ്ജനെ കാണുമ്പോഴെല്ലാമുള്ള പരിഭ്രമവും മുഖം ചുവപ്പിക്കലുമെല്ലാം ആദ്യം കണ്ടുപിടിച്ചതും അർജുൻ തന്നെയായിരുന്നു.
അവൻ നന്ദയെ താക്കീത് ചെയ്തു വിട്ടു. നിരഞ്ജനെ മനസ്സിൽ നിന്ന് എടുത്തു കളയാൻ പറഞ്ഞ് അവളെ ശാസിച്ചു. പക്ഷെ നന്ദക്കതിന് കഴിഞ്ഞില്ല. ആ ഇടക്കാണ് നന്ദയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നിരഞ്ജൻ അവളെ പെണ്ണാലോചിച്ചു വരുന്നത്. ഇവിടത്തെ അളകനന്ദയെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ എന്നവൻ അച്ഛനോട് ചോദിച്ചത് ഇപ്പോഴും നന്ദയുടെ കാതിലുണ്ട്. ആ ചോദ്യത്തിൽ നന്ദ അടിമുടി പൂത്തുലഞ്ഞു പോയി. അന്ന് തന്നെ നോക്കിയ കണ്ണുകളിൽ നന്ദ കണ്ടതാണ് നിരഞ്ജൻ്റെ കണ്ണിലെ കത്തുന്ന പ്രണയം. ആദ്യമായി നന്ദ നിരഞ്ജൻ്റെ മനസ്സറിഞ്ഞ ദിവസം. താൻ സ്നേഹിക്കുന്നതിലും കൂടുതൽ അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ദിവസം. പക്ഷേ ആ സന്തോഷങ്ങൾക്കെല്ലാം അല്പായുസേ ഉണ്ടായിരുന്നുള്ളൂ. നിരഞ്ജൻ നന്ദയെ വിവാഹം കഴിക്കാൻ ചോദിച്ചു വന്നത് അർജുൻ അറിഞ്ഞു. ആ വിവാഹത്തെ ഏറ്റവും കൂടുതൽ എതിർത്തത് അർജുൻ തന്നെയായിരുന്നു. അർജുൻ്റെ ചിലവിൽ ജീവിച്ചിരുന്ന കുടുംബമായിരുന്നു നന്ദയുടേത്. പ്രായമായ അച്ഛനും നന്ദയും മാത്രം. നന്ദയെ പ്രസവിച്ച ഉടനെയാണ് അവളുടെ അമ്മ മരിച്ചത്. അതിനുശേഷമാണ് അച്ഛൻ്റെ കച്ചവടങ്ങൾ ഓരോന്നായി തകർന്നത്. അതിൽ പിന്നെ അച്ഛൻ അവളോട് ദേഷ്യമാണ്. ആ ദേഷ്യത്തിൻ്റെ ആഴം കൂട്ടിയ മറ്റൊന്ന് നന്ദയുടെ സൗന്ദര്യമായിരുന്നു. കറുമ്പിക്കാക്ക, തോട്ടിക്കൊള്ളി, അങ്ങനെ പല പേരുകളും കറുത്ത് മെലിഞ്ഞിരിക്കുന്ന നന്ദയെ നോക്കി അയാൾ വെറുപ്പോടെ വിളിച്ചു. സ്നേഹത്തോടെ ഒരിക്കൽ പോലും അയാൾ അവളോട് മിണ്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഒരിക്കൽ പോലും നന്ദയെ ഭാര്യസ്ഥാനത്ത് സങ്കല്പിച്ചു പോലും നോക്കാത്ത അർജുൻ അവളെ വിവാഹം ചെയ്യണമെന്ന് വാശി പിടിച്ചു. അത് തന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, നിരഞ്ജനോടുള്ള പക കൊണ്ടാണെന്ന് നന്ദക്കും വ്യക്തമായിരുന്നു. പക്ഷെ ആരെ എതിർക്കാനോ തൻ്റെ ആഗ്രഹം നിറവേറ്റിയെടുക്കാനോ നന്ദക്ക് സാധിച്ചില്ല. നന്ദയുടെ നാവിൽ നിന്ന് ഇന്നേ വരെ തന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് കേൾക്കാത്തത് കൊണ്ട് നിരഞ്ജനും ആ വിവാഹം എതിർക്കാൻ സാധിച്ചില്ല. അവളെ ഒന്ന് കാണാനും മിണ്ടാനും ഒരുപാട് നിരഞ്ജൻ ശ്രമിച്ചുവെങ്കിലും ആ വിവാഹം നടക്കുന്നവരെ നന്ദയെ പിന്നെ അവർ തനിച്ച് പുറത്തേക്ക് പോലും വിട്ടില്ല. ഒട്ടും മനസ്സില്ലാതെ നന്ദക്ക് അർജുൻ്റെ ഭാര്യയാവേണ്ടി വന്നു. നിരഞ്ജൻ്റെ മുമ്പിൽ ജയിച്ചു എന്നായപ്പോൾ അർജുന് നന്ദയെ മടുക്കാൻ തുടങ്ങി. അച്ഛൻ വിളിച്ചിരുന്ന പദപ്രയോഗങ്ങളെല്ലാം അർജുൻ്റെ നാവിൽ നിന്ന് നന്ദക്ക് കേൾക്കേണ്ടി വന്നു. ചത്ത് ജീവിക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെ അവൾ ആ ജീവിതം തള്ളി നീക്കി. ആ ഇടക്കാണ് അർജുനൊരു ആക്സിഡൻറ്റ് പറ്റിയത്. അധിക നാൾ വേണ്ടി വന്നില്ല, 1-2 ദിവസം. ആശുപത്രിയിൽ വെച്ച് തന്നെ അർജുൻ മരിച്ചു. നന്ദ കരഞ്ഞില്ല, നന്ദ ആരോടും മിണ്ടിയില്ല. നന്ദയ്ക്കൊരു തരം മരവിപ്പായിരുന്നു. അന്ന് അർജുൻ്റെ മൃതശരീരത്തിന് മുന്നിൽ ഇരുന്നിരുന്ന നന്ദയെ ഇപ്പോഴും നിരഞ്ജന് ഓർമ്മയുണ്ട്. അവൻ്റെ ചങ്ക് പിടഞ്ഞുപോയി ആ കാഴ്ചയിൽ. നന്ദ അവന് എത്രത്തോളം പ്രിയപ്പെട്ടതാണെന്ന് അവന് മാത്രമേ അറിയൂ. മറ്റൊരാൾക്കും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അത്രയും ചെറുപ്പത്തിൽ ഉള്ളി കൂടിയതാണ് അവൾ. നിരഞ്ജൻ ഈ ഭൂമിയിൽ അവളെ മാത്രം പ്രണയിച്ചിട്ടുള്ളൂ. ആ പ്രണയം അവളോട് പോയി പറഞ്ഞാൽ എതിർക്കുമോ എന്ന് ഭയമുള്ളത് കൊണ്ട് മാത്രമാണ് നന്ദയോട് പറയും മുമ്പേ നിരഞ്ജൻ അത് അവളുടെ വീട്ടിൽ പോയി പറഞ്ഞത്. അത് വലിയൊരു അബദ്ധമാവുകയും ചെയ്തുപോയി. നന്ദ വീട്ടിലെത്തിയ പാടെ കയ്യിലെ ബാഗ് ആ തടിമേശയിലേക്ക് വെച്ചു. ഒപ്പം ഉടുത്തിരിക്കുന്ന സാരിയുടെ തലപ്പെടുത്ത് എളിയിലേക്ക് കുത്തി. അച്ഛൻ്റെ മുറിയിലേക്ക് കടക്കവേ അച്ഛനൊപ്പം ജിതിനും ഇരിപ്പുണ്ട്. അച്ഛൻ കിടപ്പിലായിട്ട് ഏകദേശം 2 മാസമായി. ഇപ്പോൾ താൻ സ്കൂളിൽ പോകുന്ന സമയത്ത് ജിതിനാണ് അച്ഛനെ നോക്കാറുള്ളത്. അകന്ന ബന്ധത്തിലുള്ള ഒരുവനാണ് ജിതിൻ. ഒരു തുക മാസം കണക്കാക്കി നന്ദ അവന് കൊടുക്കും. ഉണ്ടായിട്ടൊന്നുമല്ല, വേറെ വഴിയില്ലാത്തതുകൊണ്ടാ. ആ വന്നോ കൂലം മുടിക്കാലിലുണ്ടായവൾ. അച്ഛൻ്റെ പരിഹാസത്തോടെയുള്ള ചോദ്യം കേൾക്കവേ അവൾ ഒന്ന് നെടുവീർപ്പിട്ടു. ഇതൊക്കെ സ്ഥിരം പല്ലവിയാണ്. ഇതിലൊന്നും ഇപ്പോൾ നന്ദ തളർന്നു പോവാറില്ല. ഇതൊക്കെ നന്ദക്കിപ്പോൾ ശീലാണ്. പക്ഷെ ജിതിനത് കേട്ടപ്പോൾ വെല്ലായ്മ തോന്നി. അവൻ വെപ്രാളത്തോടെ ജിതിനെ ഒന്ന് നോക്കിയെങ്കിലും നന്ദ പതിയെ അവനെ നോക്കി കണ്ണ് ചിമ്മി ചിരിച്ചു. ചേച്ചി, എന്നാൽ ഞാൻ പോയേക്കുവാണേ, ജിതിൻ പതിയെ പറഞ്ഞു. നാളെ നേരത്തെ വന്നേക്കണടാ, അവൾ ജിതിനെ ഓർമ്മിപ്പിച്ചു. ആ ചേച്ചി വന്നേക്കാം. ജിതിൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴും നന്ദയുടെ അച്ഛൻ്റെ ശാപവർഷം നിന്നിട്ടുണ്ടായിരുന്നില്ല. അതങ്ങനെ ഒന്നും തീരുന്നതല്ല എന്ന് ജിതിനും നന്ദക്കും അറിയാം. ഇയാൾ ചത്താലേ ആ ചേച്ചിയുടെ കണ്ണീർ ഒഴിയൂ. ജിതിൻ പുറത്തേക്ക് കടക്കുമ്പോൾ പിറുപിറുത്തു. പക്ഷെ ജിതിൻ്റെ ആ വാക്ക് അടം പറ്റി പോകുമെന്ന് സ്വപ്നത്തിൽ പോലും അവൻ വിചാരിച്ചില്ല. പിറ്റേന്ന് നന്ദയുടെ അച്ഛൻ മരിച്ച വാർത്ത അറിഞ്ഞാണ് ജിതിൻ കണ്ണു തുറക്കുന്നത് പോലും. ചേതനയേറ്റ അച്ഛൻ്റെ ശരീരത്തിന് മുമ്പിൽ വിടങ്ങലിച്ചിരിക്കുന്ന നന്ദയെ കണ്ടപ്പോൾ എല്ലാവരുടെ ഉള്ളും ഒന്ന് പിടഞ്ഞുപോയി. നിരഞ്ജനും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. നിരഞ്ജൻ അവളെ ഒന്ന് ചേർത്ത് പിടിക്കണമെന്ന് തോന്നി. ഞാനില്ലേ കൂടെ, വിഷമിക്കല്ലേ എന്ന് പറയണമെന്ന് തോന്നി. പക്ഷെ അതിനൊന്നും പറ്റിയ സാഹചര്യമല്ലായിരുന്നു അത്.
മരണം നടന്ന് 2 ആഴ്ച കഴിഞ്ഞിട്ടും നന്ദ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയില്ല. ആ മരണത്തിന് വന്ന ബന്ധുക്കളെല്ലാം ചടങ്ങുകൾ കഴിഞ്ഞപ്പോൾ പല വഴിക്ക് പോയി. നന്ദക്ക് ആരും ഇല്ലാതായി. ആരും. ആ വീടിൻ്റെ അകത്തളത്തിൽ നന്ദക്ക് ശ്വാസം മുട്ടി. പിറ്റേന്ന് നന്ദ ജോലിക്ക് പോയി തുടങ്ങി. ദിവസങ്ങൾ കൊണ്ട് വാടിയുലഞ്ഞ് താമരത്തണ്ട് പോലെ ആയവളെ നിരഞ്ജനും കാണുന്നുണ്ടായിരുന്നു പല വഴികളിലും വെച്ച്. സ്കൂളിലും നന്ദക്ക് കൂട്ടായി ആരുമില്ല. അവൾക്കൊട്ടും ആരോടും കൂട്ടുകൂടാനും അറിയില്ല. അതുകൊണ്ട് സഹപ്രവർത്തകളെല്ലാം 1-2 വാക്കി അവളെ സമാധാനിപ്പിച്ച് അവരുടെ വഴിക്കങ്ങ് പോയി. അന്ന് രാത്രി ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രമാണ് നന്ദ ഇത്തിരി കഞ്ഞിയുണ്ടാക്കിയത്. അതൊരു വായിൽ വലിച്ചു കുടിച്ച് വായും കഴുകി കിടക്കാൻ നേരമാണ് ജനലിലൂടെ എന്തോ നിഴൽ അനങ്ങുന്നത് അവൾ കണ്ടത്. നന്ദ വിരണ്ടുപോയി. ആരാ ചോദിക്കുമ്പോൾ അവളുടെ ശബ്ദം പുറത്തു വന്നില്ല. നന്ദേ, വാതിൽ തുറക്കടി. അപ്പുറം അരവിന്ദൻ്റെ ശബ്ദം കേട്ടപ്പോൾ അവളുടെ പേടി ഇരട്ടിച്ചു പോയി. അവൾ വാപൊത്തി ചുമരിൻ്റെ ഒരു മൂലയിലേക്ക് ഇരുന്നു പോയി. അരവിന്ദൻ പിന്നെയും വിളിച്ചു. ആ മരവാതിലിൽ തട്ടി വിളിച്ചു. ആ വിളിയുടെ ശക്തി കൂടിക്കൂടി വന്നു. നന്ദക്ക് കരച്ചിൽ വന്നു. സ്വന്തം ജീവനേക്കാൾ മാനത്തിന് വിലയുണ്ടായിരുന്നു അവൾക്ക്. ഒന്നും നോക്കാതെ നന്ദ തപ്പിപ്പിടിച്ച് തുരുമ്പെടുത്തൊരു ബ്ലേഡ് കയ്യിലെടുത്തു. ജീവനോടെ ഉണ്ടെങ്കിലല്ലേ നീയൊക്കെ എന്നെ ഉപദ്രവിക്കാൻ വരൂ. അവൾ ആരോടെന്നില്ലാതെ പിറുപിടുത്തു. ചിതലടിച്ചു തുടങ്ങിയ ആ വാതിൽ തൻ്റെ ബലത്തിൽ തുറന്നു വന്നപ്പോൾ അരവിന്ദൻ്റെ ചുണ്ടിൽ ഗൂഢമായൊരു ചിരി വന്ന് നിറഞ്ഞു. ഒന്നും നോക്കാതെ അരവിന്ദൻ അകത്തേക്ക് കടക്കാൻ നോക്കവേ ഞൊടിയിടയിൽ അവനെ ആരോ പിന്നിൽ നിന്നും തൊട്ടു. തിരിഞ്ഞു നോക്കിയതേ ഓർമ്മയുള്ളൂ അരവിന്ദന്. മുഖമടച്ച് ഒരു അടി വീണു അരവിന്ദന്. അരവിന്ദൻ്റെ തല തരിച്ചുപോയി. ആ മഴയിൽ കുളിച്ചു നിൽക്കുന്ന നിരഞ്ജൻ്റെ രൂപം കാണെ അരവിന്ദൻ വിരണ്ടുപോയി. അവളുടെ പിന്നാലെ കൂടരുതെന്ന് പറഞ്ഞതല്ലട നായേ ഞാൻ. പറയുന്നതിനൊപ്പം തന്നെ നിരഞ്ജൻ്റെ കൈ ഇടതടവില്ലാതെ ഉയർന്നു പൊങ്ങി. അത് നിരഞ്ജ. അരവിന്ദൻ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. അരവിന്ദൻ പൂർത്തിയാക്കുന്നതിനു മുമ്പേ നിരഞ്ജൻ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ പിടിച്ച് മുകളിലേക്ക് ഉയർത്തിയിരുന്നു. ആ ചതുപ്പിലേക്ക് തന്നെ അവന് ഒന്നുകൂടി ആഞ്ഞു തള്ളി. പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലല്ലേടാ. നിരഞ്ജൻ തൻ്റെ വലതു കൈ ചുരുട്ടിപ്പിടിച്ചു. നന്ദയുടെ നിഴലിനെ പോലും ശല്യം ചെയ്യരുതെന്ന് ഞാൻ മുന്നറിയിപ്പ് നൽകിയതല്ലേ. ഞാൻ അരവിന്ദൻ പേടിയോടെ വിക്കി. നിരഞ്ജൻ അവൻ അടിമുടിയൊന്ന് നോക്കി. ഒരു സിംഹത്തെ പോലെ അവൻ ഗർജിച്ചു. ഇനി ഒരിക്കൽ കൂടി ഈ വഴിയിൽ നിന്നെ കണ്ട ജീവനോടെ മംഗലത്തെ തറവാട്ടിലെ തെക്കേ പറമ്പിൽ കുഴിച്ചു മൂടും ഞാൻ. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നിരഞ്ജൻ്റെ ശബ്ദം ഇടിമുഴക്കം പോലെ മുഴങ്ങി. അരവിന്ദൻ്റെ നിലവിളി ആ രാത്രിയുടെ നിശബ്ദതയെ കീറിമുറിച്ചു. മദ്യത്തിൻ്റെ ലഹരിയും കാമത്തിൻ്റെ ഭ്രാന്തും നിരഞ്ജൻ്റെ ഓരോ പ്രഹരത്തിലും അവനിൽ നിന്നും ചോർന്നുപോയി. അരവിന്ദൻ പ്രാണനും കൊണ്ട് ഇരുട്ടിലേക്ക് ഓടിമറഞ്ഞു. അരവിന്ദൻ പോയതിനു ശേഷം നിരഞ്ജൻ കിതപ്പോടെ വാതിൽക്കൽ വന്നു നിന്നു. അകത്ത് പൂർണ്ണമായ നിശബ്ദതയായിരുന്നു. അവൻ്റെ മനസ്സ് അസ്വസ്ഥമായി. അവൻ സാവധാനം അകത്തേക്ക് കയറി. നന്ദ, അവൻ മൃദുവായി വിളിച്ചു. മറുപടിയൊന്നും ഉണ്ടായില്ല. അവൻ പതിയെ അകത്തെ മുറിയിലേക്ക് നടന്നു. അവിടെ കണ്ട കാഴ്ച അവൻ്റെ ചങ്ക് തകർക്കുന്നതായിരുന്നു. ഭിത്തിയിൽ ചാടിയിരിക്കുന്ന നന്ദ. അവളുടെ വലത് കൈയിൽ നിന്നും ചോര ഒഴുകി തറയിലേക്ക് പടർന്നിരുന്നു. ഒരു പഴയ ബ്ലേഡ് തറയിൽ കിടപ്പുണ്ടായിരുന്നു. അവളുടെ മുഖം വിളറി വെളുത്തിരുന്നു. നന്ദ! നിരഞ്ജൻ ഒരു നിലവിളിയോടെ അവളുടെ അരികിലേക്ക് പാഞ്ഞു ചെന്നു. അവൻ അവളെ വാരിയെടുത്ത് കട്ടിലിൽ കിടത്തി. അവൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല. നിരഞ്ജൻ്റെ കൈകൾ വിറച്ചു. ഇല്ല, നിനക്കൊന്നും പറ്റില്ല. ഞാനതിന് സമ്മതിക്കില്ല, അവൻ സ്വയം പറഞ്ഞു. അവൻ വേഗത്തിൽ അടുക്കളയിലേക്ക് ഓടി. അവിടെ ഉണ്ടായിരുന്ന ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ഒരു വൃത്തിയുള്ള തുണിക്കഷ്ണവും കണ്ടെത്തി. അവൻ കട്ടിലിനരികിൽ മുട്ടുകുത്തിയിരുന്നു. ആദ്യം അവൻ അവളുടെ കയ്യിലെ ചോര തുടച്ചു മാറ്റി. ആ മുറിവ് കണ്ടപ്പോൾ അവൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞു. ആഴത്തിലുള്ള മുറിവായിരുന്നില്ല അത്. അവൻ ആ തുണിക്കഷ്ണം വെള്ളത്തിൽ മുക്കി മുറിവ് വൃത്തിയാക്കി. എന്തിനാ നന്ദ നീ ഇങ്ങനെ ചെയ്തത്? അവൻ വേദനയോടെ പിറുപിറുത്തു. ഞാൻ വരുമെന്ന് നിനക്ക് അറിയില്ലേ? നിഴൽ പോലെ ഞാൻ ഉണ്ടാവുമെന്ന് നീ ഓർത്തില്ലേ? അവൻ തൻ്റെ ഷർട്ട് അഴിച്ച് അതിൽ നിന്നൊരു വലിയ കഷ്ണം കീറിയെടുത്ത് അതുപയോഗിച്ച് അവളുടെ കയ്യിലെ മുറിവ് മുറുക്കി കെട്ടി. മുറിവ് കെട്ടിയതിന് ശേഷം അവൻ അവളുടെ മുഖം തുടച്ചു. ആ വാടിയ താമര പോലെയുള്ള മുഖത്തേക്ക് നോക്കവേ അവൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. മഴ പെയ്തുകൊണ്ടിരുന്നു. ജനലിലൂടെ തണുത്ത കാറ്റ് അകത്തേക്ക് വീശി. നിരഞ്ജൻ അവൾക്ക് തണലായി കാവലായി അരികിലിരുന്നു. ചുറ്റുമുള്ള നിശബ്ദതയിലേക്ക് മഴയുടെ ഇരമ്പൽ മാത്രം പതിഞ്ഞുകൊണ്ടിരുന്നു. സാവധാനം നന്ദ കണ്ണു തുറന്നു. മങ്ങിയ വെളിച്ചത്തിൽ തൻ്റെ അരികിലിരിക്കുന്ന രൂപത്തെ കണ്ടപ്പോൾ അവൾ ആദ്യം ഒന്ന് ഭയന്നു. പക്ഷെ അത് നിരഞ്ജനാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം നന്ദ പതറിപ്പോയി. നിരഞ്ജൻ!
അവളുടെ ശബ്ദം ഒരു നേർത്ത തേങ്ങലായി പുറത്തേക്ക് വന്നു. അവൻ്റെ കണ്ണുകളിൽ ദേഷ്യവും സങ്കടവും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. എന്തിനാ നന്ദ നീ ഇത് ചെയ്തത്? നീ ഇത്രയും ഭീരുവാണോ? അവൻ്റെ ശബ്ദം കനത്തു. നന്ദ മറുപടി പറയാനാവാതെ മുഖം താഴ്ത്തി. കണ്ണുനീർ തുള്ളികൾ അവളുടെ കവിളിലൂടെ ഒലിച്ചിറങ്ങി. നിനക്ക് എന്നെ ഒന്ന് വിളിക്കാമായിരുന്നില്ലേ? അത് നിനക്ക് എന്നെ അത്രയ്ക്കും വിശ്വാസമില്ലേ? നിരഞ്ജൻ എഴുന്നേറ്റ് നിന്ന് മുറിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞു നടന്നു. അവൻ്റെ നിയന്ത്രണം വിടുകയായിരുന്നു. മരിക്കാൻ അത്രയ്ക്ക് എളുപ്പമാണോ നന്ദ? നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടെന്ന് ഒരു നിമിഷം പോലും നീ ഓർത്തില്ലേ? നിരഞ്ജൻ എടുത്തു ചോദിച്ചു. എനിക്ക് ആരുമില്ല നിരഞ്ജൻ, വിങ്ങലോടെ അവൾ പറഞ്ഞു. പൊട്ടിക്കരഞ്ഞു പോയി നന്ദ. എല്ലാവരും എന്നെ വിട്ടു പോയി. ഇനി ആർക്ക് വേണ്ടിയാ ഞാൻ? അവൾ പറഞ്ഞു തീരും മുമ്പേ നിരഞ്ജൻ അവളുടെ മുന്നിൽ മുട്ടുകുത്തിയിരുന്നു പോയി. അവളുടെ തണുത്ത കൈകൾ അവൻ തൻ്റെ കൈവെള്ളയിലേക്ക് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിൽ അത്രയും നേരം ഉണ്ടായിരുന്ന ദേഷ്യം അലിഞ്ഞുപോയി. പകരം കത്തുന്ന പ്രണയം മാത്രം അവശേഷിച്ചു. ചാവാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ അതിനു മുമ്പ് എന്നെ കൂടെ അങ്ങ് കൊന്നേക്ക്. നീയില്ലാതെ ഈ നിരഞ്ജന് ഒരു നിമിഷം പോലും ജീവിക്കാനാവില്ല. നന്ദ വാക്കുകളിൽ വിറങ്ങലിച്ചു പോയി. അവൻ സാവധാനം എഴുന്നേറ്റു. വാതിൽക്കൽ എത്തിയപ്പോൾ അവൻ ഒരിക്കൽ കൂടെ തിരിഞ്ഞു നോക്കി. നിരഞ്ജൻ പുറത്തിറങ്ങി പതിയെ ആ വാതിൽ ചാരി. നന്ദ പിന്നെയും ആ വീടിനുള്ളിൽ തന്നെ കഴിച്ചുകൂട്ടി ദിവസങ്ങളോളം. ഇനിയും ലീവ് എടുക്കാൻ പറ്റില്ല എന്ന് സ്കൂളിൽ നിന്ന് അറിയിച്ചതോടെ നന്ദ അന്ന് ജോലിക്ക് പോകാൻ തീരുമാനിച്ചു. അതിനു മുമ്പേ ഒന്ന് തൊഴണമെന്ന് തോന്നി. മുഖ്യപ്രതിഷ്ഠ അവിടെ മഹാദേവനാണ്. വൈദ്യനാഥനായതാണ് പ്രതിഷ്ഠാ സങ്കല്പം. ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്തെ മതിലിന് അത്യാവശ്യം പൊക്കമുണ്ട്. ചെങ്കല്ലുകൊണ്ട് തീർത്ത പടികളുണ്ട് അവിടെ നിന്നും താഴേക്ക്. അതുവഴി ഇറങ്ങിയാൽ പെട്ടെന്ന് റോഡിലെത്താം. കരിങ്കലിൽ തീർത്ത ഒറ്റനിലയുള്ള ശ്രീകോവിൽ. ചുവർ ചിത്രങ്ങളോ ദാരുശില്പങ്ങളോ ഒന്നുമില്ല. വിശ്വപ്രകൃതിയുടെ മൂല തേജസ്സിനെ മൊത്തം ആവാഹിച്ചുകൊണ്ട് മഹാദേവൻ ശ്രീലകം വാഴുന്നു. നന്ദ കണ്ണുകൾ അടച്ച് പ്രാർത്ഥിച്ചു. ഹൃദയം ഭക്തിസാന്ദ്രമായി. ഇതുവരെ അറിയാത്തൊരു തണുപ്പ് ഹൃദയത്തിൽ, പതിയെ തണുപ്പ് കഴുത്തിലും ഇഴയുന്ന പോലെ. കണ്ണൊന്ന് വിരിച്ചു തുറന്നപ്പോൾ മുന്നിൽ ആ ഒരുവൻ നിരഞ്ജൻ. പൊടുന്നനെ കഴുത്തിൽ പടരുന്ന തണുപ്പിലേക്ക് അവളുടെ കണ്ണുകൾ പാഞ്ഞു. നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന മഞ്ഞ ചരടിൽ കോർത്ത താലിയിലേക്ക് നന്ദ പകപ്പോടെ നോക്കി നിന്നുപോയി. അതേ ഞെട്ടലോടെ ഒരുവനെ നോക്കിയപ്പോഴേക്കും നെറ്റിയിൽ കുങ്കുമവും ചാർത്തിത്തന്ന് അവൻ കണ്ണൊന്ന് ഇറുക്കി ചിരിക്കുന്നു. നെഞ്ചിൽ പറ്റിക്കിടക്കുന്ന മഞ്ഞ ചരടിൽ കോർത്ത താലിയിലേക്ക് നന്ദ പകപ്പോടെ നോക്കി നിന്നുപോയി. അതെ ഞെട്ടലോടെ ഒരുവനെ നോക്കിയപ്പോഴേക്കും നെറ്റിയിൽ കുങ്കുമവും ചാർത്തിത്തന്ന് അവൻ കണ്ണൊന്ന് ഇറുക്കി ചിരിക്കുന്നു. സ്വബോധത്തിലേക്ക് വന്നപ്പോൾ കൈയൊന്ന് വീശി കൊടുക്കുകയാണ് ചെയ്തത് നന്ദ. അത്രമാത്രം ആ ഒരവസ്ഥ അവളെ പ്രകോപിച്ചിരുന്നു. നിരഞ്ജനിൽ അപ്പോഴും അതേ കള്ളച്ചിരിയാണ്. അവൻ ആ അടി പ്രതീക്ഷിച്ചിരുന്നു എന്ന പോലെ. നീ ശോഷിച്ചിരിക്കുന്നു എന്നേ ഉള്ളൂ. കിട്ടിയടിക്ക് ഒട്ടും കനം കുറവില്ലായിരുന്നു കേട്ടോ. കവിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചുളുക്കി പറയുന്നവനെ കാണാൻ നന്ദക്ക് ദേഷ്യം വന്നു പോയി. എന്താ എന്താ നിങ്ങൾ ഈ കാണിച്ചേ? നന്ദ അവൻ്റെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് അലറി. ഒരിക്കൽ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു നന്ദ അവൻ്റെ കൈകൊണ്ടുള്ള ഒരു താലി. പക്ഷെ ഇപ്പോൾ അർഹിക്കാത്ത മുതൽ കഴുത്തി കയറിയപ്പോൾ അവൾക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ഞാനൊരു കല്യാണം കഴിച്ചതാ, നിഷ്കളങ്കമായി പറയുന്നവനെ നന്ദ കണ്ണുകൾ തുടച്ചു വെച്ച് നോക്കി നിന്നുപോയി. എന്നോട് ചോദിച്ചോ നിങ്ങൾ? എന്തധികാരത്തിലാ എന്നോട് ഇത് ചെയ്തത്? എന്തിനാ എൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും വന്ന് ഇടപെടുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ നിങ്ങളോടൊക്കെ ചെയ്തത്? എന്നെ അങ്ങ് കൊല്ലായിരുന്നില്ലേ ഇതിലും ഭേദം. ഞാൻ പറഞ്ഞു മുഴുവനിക്കും മുമ്പേ നന്ദ അവൻ്റെ കൈകളിലേക്ക് കുഴഞ്ഞു വീണിരുന്നു. അപ്പോഴേക്കും നിരഞ്ജൻ അവളെ കൈകളിൽ കോരിയെടുത്തിരുന്നു. തിരിച്ച് 2 കൊടുത്തിട്ട് മംഗലത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ അറിയാഞ്ഞിട്ടല്ല. എൻ്റെ ഒരു അടി പോലും ഇവള് താങ്ങത്തില്ല. അതുകൊണ്ടാ. നിരഞ്ജൻ അവളെയും കൊണ്ട് പടിയിറങ്ങുന്നതിനിടയിൽ പതിയെ ആ നെറ്റിയിലൊന്ന് ചുണ്ടു ചേർത്തു. അന്നേരം അവൻ്റെ കണ്ണുകൾ ഒന്ന് കലങ്ങിപ്പോയിരുന്നു. വിരഹത്തിൻ്റെ കയ്പ് തീർത്ത കാലത്തിൻ്റെ ഓർമ്മയിൽ അവനിൽ പ്രണയം ഒന്നൂടെ തുളുമ്പി തുടങ്ങിയിരുന്നു. തുടരും. സൂര്യകാന്തി. ഒറ്റ പാർട്ടിൽ അവസാനിപ്പിക്കണമെന്ന് കരുതിയ ഒരു കഥയാണിത്. പക്ഷേ 2 പാർട്ട് ഉണ്ടാവും. ഇനി ഒരു പാർട്ടോടുകൂടി ഈ കഥ അവസാനിക്കുന്നതാണ്. ഈ കഥയുടെ ബാക്കി ഭാഗം അറിയണമെന്നുള്ളവർ ദയവായി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ബാക്കി ഭാഗം അറിയണ്ട എന്നുള്ളവരുമാണെങ്കിലും ദയവ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യൽ അത്രയും അത്യാവശ്യമായതുകൊണ്ടാണ്. എങ്ങനെയെങ്കിലും 1K അടിക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണത്. നിങ്ങളത് കാണാതെ പോകരുത്. എൻ്റെ ദയനീയാവസ്ഥ.
അതുകൊണ്ട് എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇന്നൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ ഉടനെ വരാം. താങ്ക് യു.